Degree 5th semester BS Sociology Module 3 Part 11. കഴിഞ്ഞ നമ്മൾ ഡയഗ്രാമുകളെ കുറിച്ചാണ് ഗ്രാഫുകളെ കുറിച്ചൊക്കെയാണ് നമ്മൾ പറഞ്ഞു വന്നിരുന്നത്. ഇനി നമുക്ക് ഏതായാലും അതിന് ബാക്കി വന്ന ഏതാനും ചില ഡയഗ്രാമുകളെ കുറിച്ച് പറയാം. ഒന്ന് ബാർ ഡയഗ്രാം. ബാർ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ വേർട്ടിക്കലി ഹൊറിസോണ്ടലോ ഇങ്ങനെ കുത്തനെയോ ഇങ്ങനെയുള്ള വരകൾ ഉപയോഗപ്പെടുത്തി ഒരു ഗ്രാഫിൽ അളവുകൾ രേഖപ്പെടുത്തുമ്പോഴാണ് ഒരു ബാർ ഡയഗ്രാം ലഭിക്കുന്നത്. ഇതിലുള്ള ഓരോ വരയുടെയും നീളമനുസരിച്ച് അളവുകൾ രേഖപ്പെടുത്തുന്നതാണ്. രണ്ട് രൂപത്തിലും നമുക്ക് ബാർ ഡയഗ്രാം വരയ്ക്കാം. ഒന്നിലേക്ക് വെർട്ടിക്കലായിട്ടോ അല്ലെങ്കിൽ വെർട്ടിക്കലായോ ഹൊറിസോണ്ടലായോ രണ്ട് രൂപത്തിൽ നമുക്ക് വരകൾ വരയ്ക്കാവുന്നതാണ്. ഏതായാലും വരകൾക്ക് പകരം നിശ്ചിത വീതിയുള്ള കോളങ്ങളും ഉപയോഗിച്ച് ബാർ ഡയഗ്രാം ഉണ്ടാക്കാറുണ്ട്. ഒന്നുകിൽ ഒരു ലൈൻ ആയിരിക്കും ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഒരു കട്ടിയുള്ള കോളങ്ങളായിരിക്കും ഉപയോഗിക്കുന്നത്. എല്ലാ കോളങ്ങളും ഒരു നിശ്ചിത അളവിൽ ക്രമീകരിച്ചിരിക്കണം. ബാർ ഡയഗ്രാമിൽ ഓരോ കോളത്തിനും നിശ്ചിത അളവായിരിക്കണം ഉണ്ടാവുന്നത്. അതേപോലെ രണ്ട് കോളങ്ങൾക്കിടയിലുള്ള ഡിസ്റ്റൻസും ക്ലിയർ ആയിരിക്കണം. ഏതായാലും നമുക്ക് ബാർ ഡയഗ്രാമിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം നമുക്ക് പറയാനുള്ളത് സിമ്പിൾ ബാർ ഡയഗ്രാമിനെ കുറിച്ചാണ്. സിമ്പിൾ ബാർ ഡയഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂല്യത്തിൽ വിവിധ കാലങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ വരകളെ കോളങ്ങൾ ഉപയോഗിച്ച് രേഖപ്പെടുത്തുമ്പോഴാണ് സിമ്പിൾ ബാർ ഡയഗ്രാം ഉണ്ടാകുന്നത്. വളരെ സിമ്പിളായി നമ്മൾ വരയ്ക്കുന്ന ഒരു സിമ്പിൾ ബാർ ഡയഗ്രാം, ഒരു കോളങ്ങൾ ഒറ്റ സിമ്പിൾ ഡാറ്റയെ, വളരെ സിമ്പിളായുള്ള ഒരു ഡാറ്റയെ ഓരോരോ ചെറിയ ചെറിയ കോളങ്ങൾ ഉപയോഗിച്ച് കൃത്യമായി രേഖപ്പെടുത്തുന്നതിനെയാണ് സിമ്പിൾ ബാർ ഡയഗ്രാം എന്ന് പറയുന്നത്. ലൈൻ ആൻഡ് ബാർ ഡയഗ്രാം. ലൈൻ ഗ്രാഫും ബാർ ഡയഗ്രാമും രണ്ടും കൂടെ വരുമ്പോഴാണ് ലൈൻ ആൻഡ് ബാർ ഡയഗ്രാം എന്നുള്ളത് വരുന്നത്. ഒരു ഗ്രാഫിൽ രേഖപ്പെടുത്തുമ്പോൾ ലഭിക്കുന്നതാണ് ലൈൻ ആൻഡ് ബാർ ഡയഗ്രാം. ഇതിൽ രണ്ടുണ്ടാകും. നമുക്ക് ലൈൻ ഗ്രാഫും കാണാൻ സാധിക്കും, ബാർ ഡയഗ്രാമും കാണാൻ സാധിക്കുമെന്നുള്ളതാണ് ഈ ഒരു ഗ്രാഫിൻ്റെ പ്രത്യേകത. ഒരു പ്രദേശത്ത് വിവിധ മാസങ്ങളിലുള്ള അന്തരീക്ഷമാവും പെയ്ത മഴയുടെയും അളവുകൾ രണ്ടും നമുക്കൊരു ഗ്രാഫിൽ രേഖപ്പെടുത്തണമെങ്കിലാണ്. ഇങ്ങനെ ഒന്നിലധികം കാര്യങ്ങൾ ഒരു ഗ്രാഫിൽ രേഖപ്പെടുത്തുമ്പോൾ ഒരു പക്ഷേ നമ്മൾ ചിലപ്പോൾ ഒരു ഡാറ്റ രേഖപ്പെടുത്താൻ വേണ്ടി ലൈൻ ഗ്രാഫും മറ്റൊന്ന് രേഖപ്പെടുത്താൻ വേണ്ടി ബാർ ഡയഗ്രാം ഉപയോഗിക്കും. ഇങ്ങനെ വരുമ്പോഴാണ് ഒരു ഗ്രാഫിൽ ലൈൻ ഗ്രാഫും ബാർ ഡയഗ്രാമും രണ്ടും കൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു ഉദാഹരണത്തിന് നമുക്ക് സാധിക്കും. ഇതാണ് ഈ കാണിക്കുന്ന ലൈൻ ഗ്രാഫാണ് മഴയുടെ അളവ് കാണിക്കുന്നത്. എന്നാൽ ഇവിടെ കൊടുത്തിട്ടുള്ള ഈ കോളങ്ങൾ ഇതാണ് ബാർ ഡയഗ്രാം. ഈ ബാർ ഡയഗ്രാമാണ് നമുക്ക് ടെമ്പറേച്ചർ കാണിച്ചു തരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ ഓരോ ചെറിയ ചെറിയ കോളങ്ങളാണ്. ഈ കോളങ്ങൾക്കിടയിലുള്ള ഡിസ്റ്റൻസും ഈക്വലാണ്. അപ്പോൾ ഈ കോളങ്ങളെയാണ് നമ്മൾ ബാർ ഡയഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാമിനെ കുറിച്ചാണ് ഇനി നമുക്ക് പറയാനുള്ളത്. നമ്മൾ പറഞ്ഞു ബാർ ഡയഗ്രാം പറഞ്ഞാൽ ചെറിയ ചെറിയ കുറേ സൈസുള്ള കോളങ്ങൾ വെച്ച് വരയ്ക്കുന്നതാണ് ബാർ ഡയഗ്രാമുകൾ. എന്നാൽ ഇനി മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാമുകൾ എന്താണ് എന്ന് പറയാൻ സാധിക്കും നോക്കാം. ഒന്നിലധികം വേരിയബിൾസ് നമുക്കൊരു ഗ്രാഫിൽ രേഖപ്പെടുത്തണമെങ്കിൽ, 2-3 കാര്യങ്ങൾ നമുക്ക് ഒരു ഗ്രാഫിൽ രേഖപ്പെടുത്തണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം. ഇവിടെ നമുക്ക് ഒരു സെൻസസ് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും സാക്ഷരതാ നിലവാരം ഒരു ബാർ ഡയഗ്രാമിൽ രേഖപ്പെടുത്തിയാൽ താഴെ കാണുന്നത് നമുക്ക് ഈ രൂപം കിട്ടും. ലിറ്ററസി ലെവൽ, സാക്ഷരതാ ലെവൽ എത്രയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ ഒരു ഉദാഹരണത്തിന് നോക്കുക. സാക്ഷരതാ ലെവലിൻ്റെ പെർസെൻറ്റേജ് ഈ സൈഡിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1951 പിന്നെ മെയില് ഫീമെയില് രൂപത്തിലുള്ള അവരുടെ ഓരോ വ്യക്തികളുടെയും സാക്ഷരതാ നിരക്കാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഒന്നിലധികം ഡാറ്റകൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ടാണ് മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഒന്നിലധികം വേരിയബിൾസ് ഒരു ഗ്രാഫിൽ രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് നമ്മൾ മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം എന്നുള്ള ഒരു സിസ്റ്റം ഉപയോഗിക്കുന്നത്.
ഇനി സബ് ഡിവൈഡഡ് ബാർ ഡയഗ്രാം എന്താണെന്ന് നോക്കാം. നമുക്ക് അറിയാം, ഒന്നിലധികം ഡാറ്റകൾ ഒരു ബാർ ഡയഗ്രാമിൽ ഉപയോഗിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു ഒന്നുകിൽ നമുക്ക് മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം എന്നുള്ളൊരു മെത്തേഡ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന മറ്റൊരു മെത്തേഡാണ് സബ് ഡിവൈഡഡ് ബാർ ഡയഗ്രാം എന്നുള്ളത്. ഇത് ഒരു ബാർ ഡയഗ്രാമിൽ ഒരു കോളത്തിൽ തന്നെ ഒന്നിലധികം മൂല്യങ്ങൾ രേഖപ്പെടുത്തുവാൻ കഴിയും. ഇതാണ് ബാർ ഡയഗ്രാമിൻ്റെ പ്രത്യേകത. ഒരു കോളത്തിൽ തന്നെ ഒന്നിലധികം മൂല്യങ്ങൾ രേഖപ്പെടുത്താൻ സാധിക്കും. ഓരോ മൂല്യത്തിനും അനുസരിച്ചാണ് കോളങ്ങൾ വിഭജനം നടത്തേണ്ടത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഒരു ആശുപത്രിയിലെ ജനന നിരക്ക് കണക്കുകളാണ് നമ്മൾ രേഖപ്പെടുത്തുന്നത്. അപ്പോൾ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ജനനവുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകൾ നമുക്ക് രേഖപ്പെടുത്തേണ്ടിയിരുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു മെത്തേഡാണിത്, ഈ ബാർ ഡയഗ്രാം മെത്തേഡ്. ഇതാണ് സബ് ഡിവൈഡഡ് ബാർ ഡയഗ്രാം. ഇതിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഗേൾസിൻ്റെ രൂപം, ഇവിടെ കൊടുത്തിട്ടുണ്ട് ബോയ്സിൻ്റെ രൂപം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ അടിയിൽ കാണിക്കുന്നതാണ് ബോയ്സിൻ്റെ നമ്പർ ഓഫ് ബർത്ത്, മുകളിൽ കാണിക്കുന്നതാണ് ഗേൾസിൻ്റെ നമ്പർ ഓഫ് ബർത്ത്. ഓക്കെ, ഇങ്ങനെ രണ്ട് വേരിയബിൾസ് ഒരു ബാർ ഡയഗ്രാം ഒരു കോളത്തിൽ ഉപയോഗിക്കുമ്പോഴാണ് സബ് ഡിവൈഡഡ് ബാർ ഡയഗ്രാം എന്നുള്ള സിസ്റ്റം നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി പൈ ഡയഗ്രാമിനെ കുറിച്ചാണ് പറയാനുള്ളത്. പൈ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു വൃത്തത്തിനുള്ളിൽ നമ്മൾ സാധാരണ ഈ ഇലക്ഷനും പത്രങ്ങളിലൊക്കെ നമ്മൾ കാണാൻ സാധിക്കുന്നതാണ് ഒരു പൈ ചാർട്ട് അഥവാ റൗണ്ട് ആകൃതിയിലുള്ള ഗ്രാഫ് എന്നുള്ളത്. ഈ റൗണ്ട് ആകൃതിയിലുള്ള ഗ്രാഫിനെയാണ് നമ്മൾ പൈ ഡയഗ്രാം എന്ന് പറയുന്നത്. നോക്കാം, ഒരു വൃത്തത്തിനുള്ള നിരീക്ഷണ വസ്തുക്കളെ ക്രമീകരിക്കുകയും അവയുടെ അളവുകൾ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കത്തക്ക വിധത്തിൽ ചിത്രീകരിക്കുകയുമാണ് പൈ ഡയഗ്രാമിൽ ചെയ്യുന്നത്. താരതമ്യേന പഠനങ്ങൾക്ക് വളരെയേറെ യോജിച്ച മാർഗ്ഗമാണിത്. അതുകൊണ്ട് തന്നെ നമ്മൾ സർവ്വസാധാരണ കാണുന്ന ഒരു മെത്തേഡ് കൂടിയാണ് പൈ ഡയഗ്രാം എന്നുള്ളത്. ഉദാഹരണത്തിന്, ഒരു രാജ്യത്ത് ഭക്ഷ്യോൽപാദനത്തിൻ്റെ നിരക്ക് പൈ ഡയഗ്രാം ഉപയോഗിച്ച് ചിത്രീകരിക്കുമ്പോൾ ഓരോ ഉൽപ്പന്നവും എത്ര ശതമാനം വീതം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആകർഷകമായ നിറങ്ങളും കൊടുക്കാൻ സാധിക്കും. നമ്മൾ ഇതൊക്കെ ഇലക്ഷൻ്റെ ടൈമിലൊക്കെ സർവ്വസാധാരണമായിട്ട് പത്രങ്ങളിൽ കാണുന്നതാണ് പൈ ചാർട്ട്, പൈ ഡയഗ്രാം എന്നുള്ളത് റൗണ്ട് രൂപത്തിലുള്ളത്. ഉദാഹരണം നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ നെല്ല്, ഗോതമ്പ്, കിഴങ്ങ് ഇതൊക്കെ കൂടിയതാണ് ഒരു രാജ്യത്തെ ഭക്ഷ്യവിഭവം. അപ്പം ആ ഒരു ഭക്ഷ്യവിഭവത്തിൽ നെല്ല് എത്ര പെർസെൻറ്റേജ് ഉപയോഗിക്കുന്നു, ഗോതമ്പ് എത്ര പെർസെൻറ്റേജ് ഉപയോഗിക്കുന്നു, കിഴങ്ങുകൾ എത്ര ഉപയോഗിക്കുന്നു, പയർവർഗ്ഗങ്ങളും പഴവർഗ്ഗങ്ങളും ബാർലി, ചോളം ഇതൊക്കെ എത്രത്തോളം ഉപയോഗിക്കുന്നു എന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും നെല്ലാണ് ഏറ്റവും കൂടുതൽ, പിന്നെ ഗോതമ്പാണ്. അങ്ങനെ നമുക്കിതിൻ്റെ ഏറ്റവും വ്യത്യാസവും ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ എടുക്കാൻ സാധിക്കുന്നു. ഇത് നമുക്ക് ഓരോരോ കളറുകൾ കൊടുത്തതിന് കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ തന്നെ വളരെ ആകർഷകമായ രൂപത്തിൽ നമുക്ക് ഈ ഡയഗ്രാം പ്രദർശിപ്പിക്കാനും ഡിസ്പ്ലേ ചെയ്യാനൊക്കെ സാധിക്കും. അതുവഴി നമുക്ക് മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കാനും സാധിക്കും. ഇനി നമുക്ക് മറ്റൊരു മെത്തേഡ് നോക്കാം. 2 വർഷങ്ങളിലെ ഭക്ഷ്യോൽപാദനം 2 പൈ ഡയഗ്രാം ചിത്രീകരിച്ചാൽ താരതമ്യേന പഠനം എളുപ്പമായ പ്രക്രിയയായി മാറുന്നു. വർഷം തോറും ഏറ്റക്കുറച്ചിലുകൾ കണ്ടെത്തുവാനും താരതമ്യം ചെയ്യാൻ സാധിക്കും. നമുക്ക് 2 വർഷത്തെ ഡാറ്റകൾ 2 സർക്കിളിൽ 2 പൈ ഡയഗ്രാം വരച്ചു കഴിഞ്ഞാൽ നമുക്കതിലെ താരതമ്യ പഠനവും നമുക്ക് വളരെയധികം എളുപ്പത്തിൽ നടത്തുവാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പൈ ഡയഗ്രാമാണ് നമ്മൾ സർവ്വസാധാരണമായിട്ട് ഓരോ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. പൈ ഡയഗ്രാമിലൂടെ നമുക്ക് ഡാറ്റകൾ വളരെ ആകർഷകമായ രൂപത്തിൽ നമുക്ക് ചിത്രീകരിക്കാൻ സാധിക്കുന്നു. ഒരു കുടുംബത്തിൻ്റെ മാസ ബജറ്റ് രേഖപ്പെടുത്തുന്നതിന് ശതമാനം നിരക്കിലും വിന്യാസം ഉപയോഗപ്പെടുത്താം. മുകളിലുള്ള ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളതുപോലെ പ്രത്യേക ശതമാന മേഖലകൾ ഓരോ പൈ ഡയഗ്രാമിൽ ഉൾക്കൊള്ളിക്കാൻ സാധിക്കും. ഓക്കെ, ഇപ്പോൾ ഒരു വർഷത്തെ ഒരു കുടുംബത്തിൻ്റെ വരുമാനം അതിൻ്റെ ചിലവുകളൊക്കെ നമുക്ക് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വീട്ടിലത്തെ ചിലവ് സേവിങ്സൊക്കെ എത്രത്തോളം വരുന്നുണ്ട് എന്നൊക്കെ നമുക്ക് കൃത്യമായി രേഖപ്പെടുത്താൻ സാധിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിച്ചത്. നമുക്ക് ഹിസ്റ്റോഗ്രാമിനെ കുറിച്ചാണ് ഇനി അടുത്ത വീഡിയോയിൽ പറയാനുള്ളത്. ഓക്കെ, ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കരുതുന്നു. താങ്ക് യു വെരി മച്ച്.